വെറുതെ കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി വെയിലൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെ ചെത്തി നല്ല ഭംഗിയായിട്ടുണ്ടായിട്ടുണ്ടേ. അങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ പുളിയൻ പേരയിൽ നിറച്ചും പേരയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞിനെ പപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് പേരയ്ക്ക പറിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. അപ്പം അച്ഛൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, പറമ്പിൽ എന്തൊക്കെയോ പണി ചെയ്ത് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിറച്ചും പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേയൊക്കെ പഴുത്ത് പോയിട്ടുണ്ട്, പിന്നെ കുറേ കിളികളൊക്കെ തിന്നുപോയി. പിന്നെ അങ്ങനെ പഴുത്തത് കുറേയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അധികം എന്താ പറയുക, നല്ല മധുരമല്ല, ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ചേർന്നൊരു ജ്യൂസി ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നതും അതിൻ്റെ ഒരു ടേസ്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പം വല്യമ്മയും അവിടെ ഉണ്ടായിരുന്നു, വല്യമ്മ അതൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാണെങ്കിൽ പപ്പയുടെ കൂടെ മുറ്റത്തോടെ ഇങ്ങനെ പപ്പ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നേ. ചെറിയ വെയിലൊക്കെ ഉള്ളതുകൊണ്ടേ, മഴയൊക്കെ മാറി എന്ന് നിൽക്കുന്ന സമയമായിരുന്നേ. അപ്പം കുറച്ച് വെയിലൊക്കെ ഉള്ളപ്പോൾ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനതൊക്കെ പറിച്ചുകൊണ്ടിങ്ങ് പോന്നു, പറിച്ചൊക്കെ എടുത്തിട്ടിങ്ങ് പോന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു ആവേൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ആമിക്കുട്ടി അടുത്ത വർഷം എനിക്കിതൊന്നും കിട്ടത്തില്ലല്ലോ, നീ തന്നെ ഇതെല്ലാം കഴിച്ച് തീർക്കുമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങ് പോന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുളിയൻ പേരയ്ക്ക, സ്ട്രോബെറി പേര എന്നൊക്കെ പറയും കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിൽ ജ്യൂസി ടൈപ്പാണ്, സാധാരണ പേരയുടെ ഒരു ഇതല്ല. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചറ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ചും കൂടെ ക്ലിയറായിട്ട് ആ മരത്തിൽ നിൽക്കുന്നതൊക്കെ കുറച്ച് ക്ലിയറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതും കൂടെ അതിൽ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പുളിയൻ പേര നിൽക്കുന്ന കണ്ടില്ലേ, സ്ട്രോബെറി പേര. നല്ല റെഡ് കളറാണ് കേട്ടോ പഴുത്ത് കഴിയുമ്പോഴത്തേനും, കാണാനും നല്ല ഭംഗിയാണ്. അപ്പം മരം നിറച്ചും ഉണ്ടാകും, ഇലകളിലും തണ്ടുകളിലുമൊക്കെ നിറച്ചും ഉണ്ടാകും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം നമ്മുടെ പുളിയൻ പേരയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ.